ഇന്ന് നമ്മൾ തനി നാടൻ രീതിയിലൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ വൃത്തിയാക്കി മുറിച്ചെടുത്തത് 700 ഗ്രാം, മീഡിയം സൈസ് 2 സവാള നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം, തേങ്ങാക്കൊത്ത് 1/4 കപ്പ്, കറിവേപ്പില 2 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, തക്കാളി ഒരെണ്ണം, ഹോംമെയ്ഡ് ഗരം മസാല 2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, വെള്ളം 1/4 കപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിന്, നാരങ്ങാ നീര് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ രീതിയിൽ വെക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം നമുക്ക്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങാക്കൊത്ത് നിർബന്ധമല്ല, നാടൻ കറി ആയതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്തിരിക്കുന്നത്. അതേപോലെ ഫ്രഷ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നതിനാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്, അല്ലാതെ ഫ്രോസൺ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടണമെന്നില്ല. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി തുടങ്ങി. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം ഞാൻ പച്ചയ്ക്ക് പൊടിച്ചെടുത്തതാണ്, അത് വറുത്ത് പൊടിച്ചതല്ല. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന കാശ്മീരി മുളകിന് ഭയങ്കര കളറും ആയിരിക്കും, അതിന് എരിവ് ഒട്ടും കാണത്തില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുന്നതിന് കുറച്ച് എരിവുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം, ഇപ്പം എന്നും യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ മുളക് പൊടിയുടെ എരിവ് അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മുളക് പൊടി, പച്ചമുളക്, കുരുമുളകൊക്കെ ചേർക്കാനായിട്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് വഴണ്ടു വരണം, ഇല്ലെന്നുണ്ടെങ്കിൽ ആ കറിക്കൊരു മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചോവ വരും. ഈ മസാലപ്പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ചേർത്ത് വറുത്ത് പൊടിച്ചെടുത്തതാണ്. അത് ഓൾറെഡി വറുത്ത് പൊടിച്ചത് കാരണം പിന്നെ വീണ്ടും ഇട്ട് പൊടികളുടെ കൂട്ടത്തിലിട്ട് വഴറ്റുണ്ട്. അപ്പം ചിലപ്പോൾ കറിക്ക് ഒരു കയ്പ്പ് രുചി വരും. അപ്പം ആ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഓർഗാനിക് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് ഈ മസാല എല്ലാം നന്നായിട്ട് കോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പകുതി വെന്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. ആദ്യമേ ചേർക്കുവാണെങ്കിൽ ചിലപ്പം ചിക്കൻ ഒന്ന് റബ്ബർ പോലെ ആകും. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അവരോട് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത് ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കാവൂ. അത് ഇളം ചൂടുള്ള വെള്ളം ആയാലും മതി, തിളച്ച വെള്ളം വേണമെന്നില്ല. ഇനി വീണ്ടും ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കാവുന്നതിന് വേണ്ടി നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. അത് ഓപ്ഷണലാണ്, ഞാൻ സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം നാട്ടിൽ കിട്ടുന്ന തക്കാളിയുടെ ഒരു ടേസ്റ്റും ആ പുളിയൊന്നും ഇവിടെ കിട്ടുന്ന തക്കാളിക്കില്ല. കറിയുടെ റെസിപ്പി നോക്കിയിട്ട് ചിക്കൻ ഡ്രൈ ആക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് മസാലച്ചോവ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ കറിക്കും ചിക്കൻ ഡ്രൈ ആയിട്ട് വെക്കുന്നതിനും മസാലയുടെ അളവ് വ്യത്യാസമാണ്. അപ്പോൾ അത് ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം. അത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയുന്ന ടിപ്സാണ്. ഇപ്പം നമ്മുടെ നാടൻ ചിക്കൻ കറി സെർവ് ചെയ്യാൻ റെഡി ആയിക്കഴിഞ്ഞു.
ഇനി കറിയുടെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉടൻ തന്നെ അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് ഇരുന്ന് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ചിക്കൻ കറിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ പോലും അതിൻ്റെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ പോസ്റ്റ് ചെയ്യാനായിട്ട് വൈകിയത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.